ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 മോഡല് താറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഫ്രണ്ട് എന്തൊക്കെ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED ഹെഡ്ലൈറ്റ് ചെയ്തപ്പോൾ ഒരു മൈനസ് ടൈപ്പ് ഒരു മോഡൽ വരുന്നതാണ് ഹെഡ്ലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബമ്പർ ഒരു മെറ്റൽ ടൈപ്പ് ബമ്പറാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 3 ടൈപ്പ് ഓഫ് കളർ വരുന്ന ഒരു ഫോഗ് ലൈറ്റ് ആഡ് ചെയ്തപ്പോൾ പിന്നെ ഒരു അണ്ടർ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഡിയേറ്ററിന്റെ ഗാർഡ് ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചേപ്പോൾ ഇത്രയും വർക്കൊക്കെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിന്റെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടേക്കുന്നത്. ഇത് വരുമ്പോൾ ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ് ഈ ഒരു അലോയ് വീൽസ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്തൊരു റൂഫിന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചപ്പോൾ അതുപോലെ തന്നെ ഒരു എയർ ഇൻടേക്കിന് സ്നോർക്കൽ വണ്ടിക്കകത്ത് ആഡ് ചെയ്തപ്പോൾ പിന്നെ സൈഡ് പോർഷൻ വരുവാന്നുണ്ടെങ്കിൽ ടിൻഡ് ചെയ്തപ്പോൾ വണ്ടിക്കകത്ത്. ഇനിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ ബാക്കിലോട്ടാണ്. അപ്പം നമുക്ക് നേരെ വണ്ടിയുടെ ബാക്ക് പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്കിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ഒരു ടെയിലൈറ്റ് കസ്റ്റം ചെയ്തപ്പോൾ ഈ ഒരു ടെയിലൈറ്റ് കസ്റ്റം ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫ്ലോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാനായിട്ട് ലുക്ക് വരുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഇൻഡിക്കേറ്ററിന്റെ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് കൂടെ ആഡ് ചെയ്തപ്പോൾ ഇതിനകത്തൊരു ലൈറ്റ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബാക്കിൽ ലുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോയ് വീൽസ് ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പിനകത്ത് അലോയ് വീൽസിന്റെ ഒരു ലുക്കാണ് ഈ വണ്ടിയെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കിങ്ങിന്റെ ഒരു ഇത് ചെയ്തപ്പോൾ അതൊരു ക്ലാമ്പിങ്ങിനകത്താണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പക്ഷേ ഞാൻ അധികം താറിനകത്ത് ഞാൻ ഈ ഒരു മോഡൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ചെയ്തേക്കുന്നത്. ഇത്രയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാക്ക് സൈഡ് ചെയ്തപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് നേരെ ഇതിന്റെ ഇന്റീരിയറിനകത്ത് എന്തൊക്കെ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നേരെ പോവാം. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വലിയ രീതിയിൽ വർക്ക് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തേപ്പോൾ ഇല്ല. നോർമലി ഒരു താറിനെ സംബന്ധിച്ചോളം അതിനകത്ത് ഒരു ഡാഷ്ബോർഡിനകത്ത് കമ്പനി അത്യാവശ്യം രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താണ് വരുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു GF-ന്റെ ഒരു ഫ്ലോർ മാറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വാഹനത്തിനകത്ത്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് കാർബൺ ഫൈബർ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിംഗ് വീലാണ് ഇത് വരുന്നത്. നല്ല ഒരു ഫിനിഷിങ് ഇതിനകത്തുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് വരുന്നത് വെച്ചാൽ ഒരു റൗണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബോട്ടം കെട്ടാണ് കമ്പനി വരുന്നത്. ഇതെന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യാനും നല്ലൊരു കംഫർട്ട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഓഫ് റോഡ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വാഹനമായി കാണുന്നത് വരെ സൈൻ ഔട്ട്. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.